കോഴിക്കോട് ബീച്ചിൽ 2 കുട്ടികൾ തിരയിൽപ്പെട്ടിരുന്നു. ഒളവണ്ണ സ്വദേശികളായ മുഹമ്മദ് ആദിൽ ഹസൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിശദാംശങ്ങളുമായി റിയാസ് KMR ഉണ്ട്. റിയാസ്, ഇപ്പോഴും ഈ തെരച്ചിൽ തുടരുകയാണോ? തീർച്ചയായും ബി, തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 2 കുട്ടികൾ തിരയിലകപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 8:30യോടുകൂടിയാണ് 2 കുട്ടികൾ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ പന്ത് കളിക്കിടെ അവരുടെ പന്ത് തിരയിലകപ്പെട്ടത്. എടുക്കാൻ പോയതായിരുന്നു അവർ. 8-അംഗ സംഘമാണ്, ഒളവണ്ണയിൽ നിന്നുള്ള 8-അംഗ സംഘമായിരുന്നു ഇവിടെ ഈ പന്ത് കളിക്ക് ഉണ്ടായിരുന്നത്. അതിൽ 3 പേരാണ് പന്തെടുക്കാൻ പോയിരുന്നത്. അതിൽ 2 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. പിന്നെ ആ രീതിയിൽ ആണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. എന്തായാലും കോസ്റ്റ് ഗാർഡും പോലീസും അടക്കമുള്ളവരാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ബാക്കി ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും അവരും ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണോ? കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ മറ്റൊരിടത്തേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. കാരണം അവരെല്ലാം തന്നെ വലിയ മാനസിക സംഘർഷത്തിലും മാനസിക സമ്മർദ്ദത്തിലുമൊക്കെയാണ് അവരുള്ളത്. എല്ലാവരും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒഴുക്കിൽപ്പെട്ടതിന്റെ ഒരു വേദന അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നാട്ടുകാരെല്ലാം തന്നെ മറ്റൊരു ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ കൂടുതലും പോലീസും ഒപ്പം തന്നെ കോസ്റ്റൽ ഗാർഡ്, കോസ്റ്റൽ പോലീസും അടക്കമുള്ളവരാണ്. കൂടാതെ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. നാട്ടുകാരും ഇവിടെ തങ്ങുന്നുണ്ട്. ഈ ഒരു കുട്ടികളെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. എങ്കിൽ കൂടിയും അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ, ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നാണ് പ്രധാനമായും പോലീസും കോസ്റ്റൽ പോലീസും അടക്കമുള്ളവർ നോക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും 1 മണിക്കൂർ മുൻപ് ഇവിടെ എത്തി അതിൻ്റെതായ തിരച്ചിൽ അവർ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 2 കുട്ടികളാണ് കോഴിക്കോട് കടലിൽ ബീച്ചിൽ തിരയിലകപ്പെട്ടത്. അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ഏതാണ്ട് 4 മണിക്കൂറായി ഇപ്പോൾ കുട്ടികൾ അപകടത്തിൽപ്പെട്ടതിന് ശേഷം. മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR, കോഴിക്കോട്.